ഒരു അടിപൊളി എഗ് റൈസ്. അപ്പം നമ്മളത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനാവശ്യം ഒരു ഗ്ലാസ് ജീരക ചമ്പ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജീരക ചമ്പ റൈസ്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് അതിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ അര ഗ്ലാസ് തേങ്ങാപ്പാൽ, ഇതിൻ്റെ കൂടെ അര ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ 1.5 ഗ്ലാസ്സായി. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നിങ്ങളിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അത് ഒരു തിള വന്നതിന് ശേഷം നിങ്ങൾ അതിൽ നമ്മൾ ആൾറെഡി എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന ജീരക ചമ്പ റൈസ് നമ്മൾ അതിലോട്ട് ഇടുകയാണ്. ഇട്ട് കുക്കർ ഒരു ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് വെയിറ്റിട്ട് ഒരേ ഒരു വിസിൽ മാത്രം വന്നാൽ മതി. ഒരു വിസിൽ വന്നത് നിങ്ങൾ ഓഫ് ചെയ്ത് അടുപ്പിൽ തന്നെ അങ്ങനെ വെച്ചാൽ ആ ബർണറിൻ്റെ ചൂട് കൊണ്ട് അത് കുക്കാവും. അപ്പോൾ അടുത്തതൊരു മസാല റെഡി ചെയ്യാൻ പോവുകയാണ്. അതിന് 50 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ ബ്രൗൺ കളർ വരുന്നത് വരെ നിങ്ങളത് ഫ്രൈ ചെയ്യണം. ഒരു ഗോൾഡൻ ബ്രൗൺ വരുന്ന ആ സമയം ആവുമ്പോൾ നിങ്ങൾ അതിൽ ഒരു 5 or 6 വറ്റൽ മുളക്, അതായത് ചില്ലി നിങ്ങൾ അതിലിട്ട് അതും കുറച്ച് ഫ്രൈ ചെയ്ത് എടുക്കണം. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ നല്ല മുളക് കുരുമുളകെന്ന് പറയും, അത് എടുക്കണം. അതെടുത്ത് അതും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ സ്റ്റേജിലാവുമ്പോൾ നിങ്ങൾ വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റി അത് നിങ്ങൾ തണുക്കാൻ വേണ്ടി വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മൾ അതിൽ മിക്സിയിൽ പൊടിച്ചെടുക്കുക. അപ്പം ഇത് വെളുത്തുള്ളി ഫ്രൈ ചെയ്ത ആ ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു. അത് വേറൊരു ചട്ടി വെച്ച് ആ ഓയിൽ അതിൽ ഒഴിച്ച് 2 ഉള്ളി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. കാരണം വലിയ കഷ്ണങ്ങളായിട്ട് എടുത്താൽ നമ്മൾ അത് ചോറ് കഴിക്കുമ്പം ആ ഉള്ളിയുടെ കഷ്ണങ്ങളും കൂടെ ചവയ്ക്കാൻ വളരെ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര ബ്രൗൺ കളറിലൊന്നും കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു 30% കുക്കായതിന് ശേഷം അതിലൊരു ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, ആൾറെഡി നമ്മൾ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിൽ കുറച്ച് ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. വലിയ പച്ചമുളകാണെങ്കിൽ 3 എടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം. ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിലിട്ട് നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് അടുപ്പിലൊക്കെ കരിഞ്ഞു പോവാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം എഗ് റൈസിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് സ്പോയിലായി പോവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഈ സ്റ്റേജ് വരുമ്പം നമ്മൾ ഈ സ്റ്റേജിൽ ആ മസാല നമുക്ക് റെഡി ചെയ്യാം. മസാല മിക്സിയിലിട്ട് ഇപ്പോൾ നമ്മൾ ആൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാല ഒരു മിക്സിയുടെ റിവേഴ്സ് മൂഡിലിട്ട്, അതായത് പൾസ് മൂഡിലിട്ട് ഒരടി അടിക്കുമ്പം ഇത് ലൈറ്റായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ ഈ രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇങ്ങനെ പരപരാന്ന് പൊടിച്ചെടുക്കണം. നല്ല അടിക്കാൻ പാടില്ല. ഇങ്ങനെ പരപരാന്ന് പൊടിച്ചെടുത്ത ആ മിശ്രിതം തനിയായിട്ട് സെപ്പറേറ്റായിട്ട് നിങ്ങളത് മാറ്റി വയ്ക്കുക. ഇത് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ അതിൽ റൈസിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് മാറ്റി വെച്ചിട്ട് അപ്പം നമ്മൾ ആൾറെഡി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉള്ളി തക്കാളി ഒക്കെ ഒരു 50% കുക്കായി. അതിനുശേഷം മല്ലിയില, പുതിന ഇല, രമ്പ ഇല, പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് നമ്മുടെ ഫേവറേറ്റ് കറി ലീവ്സാണ്, കരിവേപ്പില. അതും നമ്മൾ ചേർത്തു. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അപ്പുറം കുറച്ച് കാശ്മീരി മുളകുപൊടി കളറിന് വേണ്ടി ചേർക്കുകയാണ്. അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മിശ്രിതം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റേജ് ഇങ്ങനെ ഒരു ഹാഫ് കുക്ക് സ്റ്റേജിലിരിക്കുമ്പം
ഒരു 5 മുട്ട. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കാരണം മുട്ടയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ടിരുന്നാൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ 5 മുതൽ 10 വരേക്കും നിങ്ങൾ എടുക്കാം. എടുത്താൽ ആ മുട്ടയുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ആ ഹൈലൈറ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 5 മുട്ടയെ എടുത്തിട്ടുള്ളൂ. ഈ 5 മുട്ട ഒരു ബൗളിൽ ഉടച്ച് ഒഴിച്ചിട്ട്, എന്തുകൊണ്ടാണ് നേരടിയ ഒഴിക്കാതെ ഒരു ബൗളിൽ ഒഴിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഉടയ്ക്കുമ്പോൾ മുട്ടത്തോട് എന്തെങ്കിലും അതിൽ വീഴരുത്. അതുകൊണ്ടാണ്. ഇതാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒഴിക്കാം. അതുകൊണ്ടാണ് തനിയെ ഒരു ബൗളിൽ ഞാൻ ഉടച്ചിട്ട് ഒഴിക്കുന്നത്. ഈ മുട്ട ഒഴിച്ച ഉടനെ അടുപ്പങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ആ ചട്ടിയിലുള്ള ചൂടിൽ തന്നെ അത് കുക്കാവട്ടെ. അപ്പം അത് കുക്കായതിന് ശേഷം കണ്ട ചട്ടിയിലുള്ള ചൂടിൽ തന്നെ അത് കുക്കാവുന്നുണ്ട്. അപ്പം അത് കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജീരക ചമ്പ റൈസ് ഇതിലോട്ട് ഇടുകയാണ്. ഇതിപ്പോൾ ഒരു 3 പേർക്ക് കഴിക്കാൻ ധാരാളമായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ചൂടോടെ കഴിക്കണം. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. ചൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പം നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാല നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. ഇട്ട് നന്നായിട്ട് ആ മസാല മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് മസാല കംപ്ലീറ്റ് എല്ലാ റൈസിലും മിക്സാവുന്ന മസാല, എഗ്ഗ്, ആ തക്കാളി, ഉള്ളി എല്ലാ റൈസിലും മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നിങ്ങൾ അതിനെ ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാവുമ്പം നിങ്ങളത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കാം. ചൂടോടെ കഴിക്കുന്നത് വളരെ ടേസ്റ്റായിരിക്കും. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സലാഡ് റെഡി ചെയ്യുകയാണ്. ഓണിയൻ സലാഡാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിയില, സാൾട്ട്, ലെമൺ, ഇത് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഇത് ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ തൈര് വെച്ചും നിങ്ങൾ റൈത്ത റെഡി ചെയ്തും ഇതിൻ്റെ കൂടെ കഴിക്കാം. അതും ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിൽ ഇരുന്ന് തൈര് പുളിച്ചു പോയി. അതുകൊണ്ട് ഞാൻ തൈരില്ലാതെ ഈ ഒരു രീതിയിലാണ് അതിന് പകരം ലെമൺ ഒഴിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മാങ്ങ അച്ചാർ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും. അപ്പം ചോറ്, എഗ് റൈസ്, ഓണിയൻ സലാഡ്, മാങ്ങ അച്ചാർ, ഒരു പപ്പടം, ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ചെയ്ത് കഴിച്ച് നോക്കൂ. വളരെ ടേസ്റ്റായിരിക്കും. എനിക്ക് ഇതിൽ കറി ആവശ്യമില്ല. കറി ആവശ്യമുള്ളവർ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും മട്ടൺ, ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റായിരിക്കും.